ജലപ്രവാഹത്തിൽ വ്യാപക കൃഷിനാശം. മുത്തോലപുരം ഭാഗത്തെ കനാലിലൂടെ ടൈം ടേബിൾ ലംഘിച്ച് അനിയന്ത്രിതമായി വെള്ളം തുറന്നുവിട്ടതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ പച്ചക്കറി കൃഷിയാണ് വെള്ളത്തിനടിയിലായത്. കനാലിലെ വെള്ളമൊഴുക്ക് അട്ടിമറിച്ച് വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ നടപടി വേണമെന്ന് ഇലഞ്ഞി പഞ്ചായത്ത് വികസന സമിതി അധ്യക്ഷൻ MP ജോസഫ്. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രൊജക്ടിന്റെ നിയന്ത്രണത്തിലുള്ള കനാലിലൂടെ അനിയന്ത്രിതമായി വെള്ളം ഒഴുക്കിവിട്ടതിനെ തുടർന്ന് മുത്തോലപുരം ഭാഗത്ത് വ്യാപക കൃഷിനാശം. വേനൽക്കാലത്തെ കൃഷി ആവശ്യങ്ങൾക്കായി മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ടൈം ടേബിൾ ലംഘിച്ചുകൊണ്ട് അധികൃതർ വെള്ളം തുറന്നുവിട്ടതാണ് കർഷകരെ ദുരിതത്തിലാക്കിയത്. വിളവെടുപ്പിന് ഭാഗമായ പയർ ഉൾപ്പെടെയുള്ള പച്ചക്കറി തോട്ടങ്ങളിലാണ് വെള്ളം കയറിയത്. ഒരു പയർ പന്തലിന് മാത്രം 1.5 ലക്ഷത്തോളം രൂപയുടെ മുതൽ മുടക്ക് വരുന്ന കൃഷിയാണ് നശിച്ചത്. വെള്ളിയാഴ്ച വെള്ളം ഒഴിക്കേണ്ട ടേൺ അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ ഇത് അവഗണിച്ചു രാത്രി വൈകിയും ജലനിരപ്പ് ഉയരുകയും കനാൽ കവിഞ്ഞൊഴുകി തോട്ടിലൂടെ കൃഷിയിടങ്ങളിലേക്ക് വ്യാപിക്കുകയുമായിരുന്നു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ MP ജോസഫ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചതിനെ തുടർന്നാണ് ഉച്ചയോടെ വെള്ളം നിയന്ത്രിക്കാനായത്. ടൈം ടേബിളിന് വിരുദ്ധമായി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നമ്മുടെ കർഷകരുടെ കൃഷി നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ ദയവായിട്ട് വെള്ളം തുറന്നു വിട്ടുകൊണ്ട് ആ കൃഷി നശിപ്പിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അവരുടെ അധ്വാനം എന്ന് പറയുന്ന 60 ദിവസത്തെ അധ്വാനം പയർ വിളവെടുക്കുന്ന ആ സമയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ സമയത്താണ് ഈ ദുരുദ്ദേശത്തോടു കൂടി കനാലിൽ കൂടെ അമിതമായിട്ട് വെള്ളം വിട്ടുകൊണ്ട് ആ കൃഷിനാശത്തിന് കാരണമായിരിക്കുന്നത്. ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ ഈ ജനങ്ങളോടുള്ള ഈ വെല്ലുവിളി അവസാനിപ്പിക്കണം. അധികാരികളുടെ ഭാഗത്തു നിന്ന് ന്യായമായ ഒരു തീരുമാനമുണ്ടായി വെള്ളം നിയന്ത്രിക്കുന്നതിനും ആവശ്യ സമയത്ത് മാത്രം വെള്ളം കൊടുക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അനൂപ് ജേക്കബ് MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചേർന്ന് നിശ്ചയിച്ച സമയക്രമം ലംഘിക്കപ്പെട്ടതിൽ കർഷകർക്കിടയിൽ വലിയ പ്രതിഷേധമാണ് നിലനിൽക്കുന്നത്. ഒരു മുന്നറിയിപ്പില്ലാതെ ഇതുപോലെ ഫുള്ളായിട്ട് കനാല് നിറച്ച് വെള്ളം വിട്ട് ഇതിപ്പോൾ നമ്മുടെ കൃഷി പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ്. ഈ സമയത്ത് സാധാരണ ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവാറുള്ളതല്ല. ഈ കൃഷി ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് ചെയ്തതാണ്. പയറെടുക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമേ ആയിട്ട്. 2 ദിവസം. ഇനി ഇത് 2 മാസം നമുക്ക് ആദായം തളരേണ്ട ഒരു കൃഷിയാണ്. ഇപ്പോഴേ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ മുടക്കിയത് നമ്മൾ ഈ 2 മാസം ഇത്രയും കഠിനമായ വെയിലത്ത് പണിയെടുത്തതും വെറുതെ ആവും. ഞങ്ങൾ പയർ നട്ടിട്ട് ഏകദേശം 60 ദിവസം ആകുമ്പോഴാണ് വിളവെടുക്കുന്നത്. ഇന്ന് വിളവെടുക്കാൻ ചെന്നപ്പോൾ പച്ചക്കറിക്കകത്ത് മുഴുവൻ വെള്ളമാണ്. ശരിക്കും നിറഞ്ഞു നിൽക്കുകയാണ്. ഇങ്ങനെ 2 ദിവസം നിന്നാൽ ഉറപ്പായിട്ട് 1 ദിവസം കൊണ്ട് തന്നെ ഞങ്ങളുടെ പയർ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോകും. ഞങ്ങൾക്ക് കൃഷി ഇല്ലാണ്ടാവും. ഈ 60 ദിവസത്തെ അധ്വാനം വെറുതെ ആവും. വെട്ടടി പാലം പണി നടക്കുമായിരുന്നു. അവിടെ പണി അതുകൊണ്ട് മുടങ്ങിപ്പോയി. പാലം പണിത് കഴിഞ്ഞാൽ മാത്രമേ ഇതുവരെയുള്ള ഗതാഗതം നടക്കുകയുള്ളൂ. ഇപ്പം അതിലുള്ള ആൾക്കാർക്കും പോകാനുള്ള വളരെ ബുദ്ധിമുട്ടായി. ഇപ്പം കണ്ടമാനം വെള്ളം ഇതുവരെ ഒരിക്കലും ഉണ്ടാകാത്ത വെള്ളമാണ് ഇപ്പോൾ തോട്ടിക്കോടെ ഒഴുക്കി വിട്ടേക്കുന്നത്. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്.